ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും പവർഫുൾ ആൻഡ്രോയിഡ് ഫോൺ ഏതാണെന്ന് അറിയാം? അതാണ് ഈ iQOOയുടെ iQOO 12. ബോക്സിന്റെ മേളിലുള്ള ഈ BMW ലോഗോ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് അതിന്റെ ലൈറ്റ് ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഫീൽ ആണ് കിട്ടുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബോക്സിൽ ഓബ്വിയസ്ലി iQOO 12 വരുന്നുണ്ട്. ഡോക്യുമെന്റ്സ്, സിലിക്കോൺ TPU കേസ്, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് Type-C ചാർജിംഗ് കേബിൾ. 2 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് ബ്ലാക്ക് വേരിയന്റ്. മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, അതാണ് വൈറ്റ്. ഓക്കെ, ആ വൈറ്റ് വേരിയന്റ് ബാക്കിൽ BMW മോട്ടോർ സ്പോർട്ടിന്റെ ആ ഒരു സ്ട്രിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, എനിവേ ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനിലാണ് വരുന്നത്. iQOO ഇതിനെ പോർട്ട് ഹോൾ ഡിസൈൻ എന്നാണ് വിളിക്കുന്നത്. പോർട്ട് ഹോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പലിലുള്ള ഈ റൗണ്ട് വിൻഡോ അതിനാണ് ബേസിക്കലി പോർട്ട് ഹോൾ എന്ന് വിളിക്കുന്നത്. സോ ഇതിന്റെ ക്യാമറ മോഡ്യൂൾ അതുമായിട്ട് സാമ്യമുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ്. സോ അതുകൊണ്ടായിരിക്കും ആ ഒരു പേര് വെച്ച് വിളിക്കുന്നത്. ഓക്കെ, ഈ 2 വേരിയന്റ്സിന്റെ ബാക്കിൽ ഗ്ലാസിന്റെ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബ്ലാക്ക് വേരിയന്റിന്റെ ബാക്കിലുള്ള മെറ്റീരിയൽ നല്ല മാറ്റ് ഫിനിഷ് ഉള്ള AG ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ വൈറ്റ് വേരിയന്റിന്റെ ബാക്കിലുള്ള ഗ്ലാസിൽ കുറച്ചുകൂടി ഒരു ഗ്ലോസി, ഒരു തിളങ്ങുന്ന ഷൈനി ഗ്ലോസി ഫിനിഷ് ആണ് തന്നിരിക്കുന്നത്. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ആ ഒരു വൈറ്റ് വേരിയന്റ് ആണ്. നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ഡാർക്ക് ക്ലാസി ലുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേരിയന്റും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചുറ്റുമുള്ള ഫ്രെയിം ഫ്ലാറ്റ് ആണ്, എന്നാൽ ബാക്കിലുള്ള ഒരു കവർ ഇല്ല, ബാക്ക് പാനൽ, അതിങ്ങനെ സൈഡിലേക്ക് കർവ് ആയിട്ട് വരുന്നുണ്ട്, സൈഡിലും മേളിലേക്ക് കർവ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ പൊതുവെ വരാറുള്ള ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് നല്ല കനമുള്ള, നല്ല കട്ടിയുള്ള, നല്ല തിക്നെസ് ഉള്ള ഫോൺസ് ആയിരിക്കും. എന്നാൽ ഈ iQOO 12ന്റെ തിക്നെസ് 8.1 mm ആണ്. വെയിറ്റും ഏകദേശം 200 gram ആണ്. സോ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. ഈ iQOO 12ന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തീർച്ചയായിട്ടും ഇതിലുള്ള Qualcomm Snapdragon 8 Gen 3 ചിപ്സെറ്റ് ആണ്. ഓക്കെ, പക്ഷേ എന്നെ ഇംപ്രസ് ചെയ്തത് ഇതിന്റെ പ്രൈസിംഗ് ആണ്. എല്ലാം ഷെയർ ചെയ്യാം, അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാ കണ്ടില്ലേ, AnTuTu സ്കോർ മോർ ദാൻ 20 lakhs, അതായത് 20 ലക്ഷത്തിന്റെ മേളിലുള്ള AnTuTu സ്കോർ ആണ് കാണിക്കുന്നത്. ഇതിന് മുൻപ് വന്ന 8 Gen 2യുടെ സ്കോർ മാക്സിമം 15 അല്ലെങ്കിൽ 16 ലക്ഷമായിരുന്നു. ഇവിടെ 20 lakhsന്റെ മേളിൽ കിട്ടുന്നുണ്ട്. അതിനുള്ള കാരണം ഇതിലുള്ള ലേറ്റസ്റ്റ് LPDDR5X RAM ആൻഡ് UFS 4.0 സ്റ്റോറേജും കൂടിയാണ്. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ആക്ച്വലി ഇത്രയും അധികം നമുക്ക് സ്കോർ കിട്ടുന്നത്. പ്ലസ് 16 GB വരെയുള്ള RAM ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ത്രോട്ട്ലിംഗ് ടെസ്റ്റിന്റെ റിസൾട്ട്. 90% സ്റ്റെബിലിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. പുതിയ ചിപ്സെറ്റ് ആണ്, ഭയങ്കര പവർഫുൾ ചിപ്സെറ്റ് ആണ്. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ iQOO ഈ ഒരു ചിപ്സെറ്റിനെ വളരെ നല്ലോണമാണ് ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആക്ച്വലി കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനാവശ്യമായി ഹീറ്റിംഗ്, ത്രോട്ട്ലിംഗ്, സ്റ്റക്ക് അതൊന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ കണ്ടിന്യൂസ് ഹെവി ഗെയിമിംഗ് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ടാവും. ഏത് ഫോൺ ആണെങ്കിലും ഹീറ്റിംഗ് ഉണ്ടാവും. എന്നാൽ ആ ഒരു ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി 6K mm² ഉള്ള 4 സോൺ വേപ്പർ ചേമ്പർ കൂളിംഗ് ആണ് ഈ ഫോണിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ഈ ഒരു ചിപ്സെറ്റും ഈ ഒരു ഫോണും BGMI 90 FPS ഫീച്ചർ അൺലോക്ഡ് ആയിട്ട് തരുന്നുണ്ട്. നോർമലി എന്താണെന്ന് വെച്ചാൽ ആദ്യം 60 FPS ആയിരിക്കും, പിന്നെ അപ്ഡേറ്റിന് ശേഷമായിരിക്കും 90 FPS. ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഔട്ട് ഓഫ് ദ ബോക്സ് 90 FPS കിട്ടുന്നുണ്ട്. പിന്നെ iQOO ഫോൺ ആയതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നല്ല സ്മൂത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഭയങ്കരമായി ഹീറ്റിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. കുറേ നേരം ഇരുന്ന് കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല പെർഫോമൻസ് ആണ് കിട്ടിയത്. ഈവൻ ഗെൻഷിൻ ഇമ്പാക്റ്റിലും നല്ല സ്മൂത്ത് 60 FPS പെർഫോമൻസ് തരുന്നുണ്ട്. പിന്നെ ഈ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റ് കൂടാതെ iQOOയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു Q1 ചിപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ബേസിക്കലി ഗെയിമിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഗെയിം ബാറിലുള്ള ഈ ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ അപ് ടു 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് അൺലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, ഈ ഗെയിം സൂപ്പർ റെസൊല്യൂഷന്റെ ഫീച്ചർ. ഇതിന്റെ മേളിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ലോ റെസൊല്യൂഷൻ ഗെയിം ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ഗെയിം ആണെങ്കിലും അതിന്റെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിൽസ് കൂട്ടി തരും. ഈ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഈ ഫോണിൽ 6.78 ഇഞ്ച് സൈസ് ഉള്ള LTPO AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പാനലാണ്, നല്ല കളേഴ്സ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ അപ് ടു 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഒക്കെ നല്ല മിനിമം ആണ്. നെറ്റ്ഫ്ലിക്സിൽ HDR-ന് വേണ്ടിയുള്ള സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, ടോപ്പ് ലെഫ്റ്റിൽ 1 ഹെർട്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് LTPO പാനൽ ആയതുകൊണ്ട് ഈ ഒരു ഡിസ്പ്ലേക്ക് 1 ഹെർട്സ് ടു 144 ഹെർട്സ് വരെ റിഫ്രഷ് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആക്ടിവേറ്റഡ് ആണെങ്കിൽ ആ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ 1 ഹെർട്സിനാണ് റിഫ്രഷ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ലാഭിക്കാൻ പറ്റും. സോ അപ് ടു 144 ഹെർട്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നോർമൽ യൂസിൽ 120 ഹെർട്സ്, ഇതാ കണ്ടില്ലേ, 120 ഹെർട്സിലാണ് റിഫ്രഷ് ആവുന്നത്. എന്നാൽ ആ ഒരു ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ എന്ന ഫീച്ചർ സ്വിച്ച് ഓൺ ചെയ്താൽ ചില ഗെയിംസിൽ നമുക്ക് ആ ഒരു 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള സ്മാർട്ട് ഫോൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഫോൺ നമ്മുടെ iQOO 12 ആണ്. ഓക്കെ, 3000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഔട്ട്ഡോർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല വെയിലത്ത് യൂസ് ചെയ്യുമ്പോഴും നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട് എന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനോടൊപ്പം തന്നെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് ഉള്ളതുകൊണ്ട് ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കറിംഗ് കുറവായിരിക്കും. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസ് നല്ലതാണ്, അത്യാവശ്യം സൗണ്ട് ഒക്കെ ഉണ്ട്. കുറച്ചും കൂടി ബേസ് വേണ്ടിയിരുന്നു എനിക്ക് തോന്നി. പക്ഷേ ടോപ്പ് ആണെങ്കിലും ബോട്ടം ആണെങ്കിലും രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ സൗണ്ട് വരുന്ന പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ലേറ്റസ്റ്റ് ഫണ്ടച്ച് OS 14 ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ഈ ഫോണിൽ തന്നിട്ടുണ്ട്. അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 വരുന്ന ഫസ്റ്റ് നോൺ പിക്സൽ ഫോൺ ആണ് ഈ iQOO 12. ഓക്കെ, പിന്നെ ഫണ്ടച്ച് OS 13 കമ്പയർ ചെയ്യുമ്പോൾ ചില പുതിയ കൂൾ ഫീച്ചേഴ്സ്
ഇവിടെ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്, അതായത് ഒരു ഫീച്ചർ എടുത്ത് മാറ്റിയതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഇനി മുതൽ എനിക്ക് തോന്നുന്നു iQOO അറ്റ്ലീസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ ഉണ്ടാവില്ല. പിന്നെ ഈ ക്ലോക്ക് ആപ്ലിക്കേഷൻ കണ്ടോ, ഡൈനാമിക് ആണ്, അതായത് മൂവ്മെന്റ് ഉണ്ട്. പിന്നെ റീസെന്റ് ആപ്ലിക്കേഷന്റെ മെനു ഉണ്ടല്ലോ, അവിടെ നമുക്ക് ആപ്സിന്റെ അറേഞ്ച്മെന്റ് മാറ്റാൻ പറ്റും. പിന്നെ ഇതിലുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചറിൽ ഒരു പുതിയ ഓപ്ഷൻ iQOO ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗാലറി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോയുടെ റെസൊല്യൂഷൻ ഒക്കെ മാറ്റാൻ പറ്റും, അതായത് സൈസ് കുറയ്ക്കാനൊക്കെ പറ്റും, റെസൊല്യൂഷൻ കുറച്ചിട്ട്. പിന്നെ കൺട്രോൾ സെന്ററിന്റെ ലേ ഔട്ടിലും പിന്നെ ആ ഒരു ഓവറോൾ ലുക്കിൽ മാറ്റം വന്നിട്ടുണ്ട്. നമുക്കിതിൽ ലോക്ക് സ്ക്രീൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മീഡിയ പ്ലേ ചെയ്യുന്ന ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ യൂട്യൂബ്, സോ യൂട്യൂബിന്റെ മാത്രമായിട്ട് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ സ്മാർട്ട് സൈഡ് ബാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സ്മാർട്ട് സൈഡ് ബാർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാനുള്ള ഒരു പുതിയ ഓപ്ഷൻ ഈ ഫണ്ടർ ചോയ്സ് 14ൽ iQOO ഇട്ട് തന്നിട്ടുണ്ട്. 5000 mAh ബാറ്ററിയാണ് iQOO 12 തന്നിരിക്കുന്നത്. ഓക്കെ, ബാറ്ററി ബാക്കപ്പ് നല്ലോണം നിൽക്കുന്നുണ്ട്, അതായത് ഈസിലി നമുക്ക് 7.5 അല്ലെങ്കിൽ 8 അവേഴ്സിന്റെ സ്ക്രീൻ ടൈം കിട്ടുന്നുണ്ട്. ഫുൾ ഡേ ബാറ്ററി ബാക്കപ്പ് എന്തായാലും കിട്ടും. നിങ്ങളുടെ യൂസ് ഒരു മോഡറേറ്റ് യൂസ് ഒക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ വരെ ഇതിന്റെ ബാറ്ററി പോകുന്നുണ്ട്. ഓക്കെ, സോ ബാറ്ററി ബാക്കപ്പിന്റെ പോയിന്റ് ഓഫ് വ്യൂ യാതൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. 120 വാട്ടിന്റെ പവർ ഡെലിവറി ചാർജർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ അതായത് 50% ഏകദേശം 12 മിനിറ്റോടെ ചെയ്യാൻ പറ്റും. സോ ഈ പോർട്ട് ഹോൾ ക്യാമറ മോഡലിന്റെ ഉള്ളിൽ 3 ക്യാമറാസ് ആണ് iQOO തന്നിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്ന അൾട്രാ വൈഡ്, മൂന്നാമത്തെ ക്യാമറയാണ് 64 മെഗാ പിക്സലിന്റെ 3x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ടെലിഫോട്ടോ പെരിസ്കോപ്പ് ക്യാമറ. ആക്ച്വലി 64 മെഗാ പിക്സൽ 3x ടെലിഫോട്ടോ ക്യാമറ ഫസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് ആണ്. ഓക്കെ, ഞാൻ കുറെ ഫോട്ടോസ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഫോട്ടോസ്. നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. വാം ടോൺ ഉള്ള നല്ല കളർഫുൾ കോൺട്രാസ്റ്റി ഫോട്ടോസ് ആണ് ഈ ഒരു ഫോൺ എടുത്തു തരുന്നത്. ഈവൻ ഹ്യൂമൻ സബ്ജക്റ്റിന്റെ ഫോട്ടോസിലുള്ള ഒരു ഓപ്റ്റിമൈസേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രോസസിംഗ്, അതും നല്ലോണം ചെയ്യുന്നുണ്ട്. യെസ്, വിവോ ഫോൺ ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ചെറിയ രീതിയിലുള്ള സ്മൂത്തനിങ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്, എന്നാൽ അത് ഓവറായിട്ട് എനിക്ക് തോന്നിയില്ല. അൾട്രാവൈഡ് ക്യാമറയുടെ പെർഫോമൻസ് നല്ലതാണ്, അതായത് കാര്യമായ കളർ ഷിഫ്റ്റ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ ലെഫ്റ്റ് സൈഡിലാണ് മെയിൻ ക്യാമറ, റൈറ്റ് സൈഡിലാണ് അൾട്രാവൈഡ്. ഇതാണ് 1x 2x 3x ആൻഡ് 10x. അഗെയിൻ 1x 2x 3x and 10x. 10x ഫോട്ടോസിലുള്ള കളേഴ്സും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നിയത്. അതും പ്രത്യേകിച്ചും ഇതിലുള്ള 3x ടെലിഫോട്ടോ വെച്ചാണ് ഈ 10x ഫോട്ടോസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ചില 1x and 3x പോർട്രേറ്റ് ഫോട്ടോസ്. ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആ സ്കിൻ ടോൺ ആണെങ്കിലും ഓവറോൾ ആ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ ആണെങ്കിലും കാണാൻ നല്ല രസമുള്ള പോർട്രേറ്റ് ഫോട്ടോസ് ആണ് എടുക്കുന്നത്. സെൽഫി ഫോട്ടോ പെർഫോമൻസ് എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, ഭയങ്കരമായ പെർഫോമൻസ് ഒന്നും കിട്ടിയില്ല. പ്രത്യേകിച്ച് മെയിൻ ക്യാമറ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അതും നമ്മുടെ തലയുടെ ബാക്കിൽ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ സ്കിന്നിന്റെ ടെക്സ്ചറും കളർ ടോണൊക്കെ മാറുന്നുണ്ട്. സോ ഇതാണ് iQOO 12ന്റെ സെൽഫി ക്യാമറ വെച്ച് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് 1080p 30 fps. സോ iQOO ഇതിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ സെൽഫി ക്യാമറ 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ നടന്ന് കാണിച്ചു തരാം. അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല. നൈറ്റ് പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി, വലിയ ഇഷ്യൂ ഒന്നുമില്ല. അങ്ങനെ ഭയങ്കരമായ ഏറ്റവും ബെസ്റ്റ് നൈറ്റ് പെർഫോമൻസ് അല്ല, പക്ഷേ ഓക്കെ ആണ്. നോയ്സ് ഒക്കെ അത്യാവശ്യം കുറയ്ക്കുന്നുണ്ട്, പിന്നെ ഡീറ്റെയിൽസും കളേഴ്സ് ഒക്കെ ഉണ്ട്. ഈ മാക്രോ ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കൂ, നല്ല പെർഫോമൻസ് ആണ് തീർച്ചയായിട്ടും. സോ ഇതിന്റെ ടെലിഫോട്ടോ ക്യാമറ വെച്ച് നമുക്ക് വേണമെങ്കിൽ 1x 2x 3x ഈവൻ 6x സൂമിലും മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും 6x മാക്രോ ഫോട്ടോസ് അടിപൊളിയാണ്. ആ ഡീറ്റെയിൽസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലർ ഒക്കെ കണ്ടു, ഇറ്റ്സ് വെരി നൈസ്. സോ ഇതാണ് iQOO 12ന്റെ മെയിൻ ക്യാമറ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന 4K 30 fps വീഡിയോ. ഓക്കെ, സോ എങ്ങനെയുണ്ട് ക്വാളിറ്റി താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കാം. സോ സെൽഫി ക്യാമറ വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ വരുന്നില്ലെങ്കിലും റിയർ ക്യാമറയിൽ നോർമൽ സ്റ്റെബിലൈസേഷനും നല്ല അൾട്രാ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നടന്ന് കാണിച്ചത്. ഓക്കെ, സോ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ്റെ ഐഡിയ കിട്ടും. അതിനോടൊപ്പം തന്നെ ഓഡിയോ റെക്കോർഡിങ്ങിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതായത് ഓഡിയോ റെക്കോർഡിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ട്, അത് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും ഈ ഒരു വീഡിയോയിലൂടെ. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, നല്ല ഫാസ്റ്റ് ആണ്. NFC സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ലേറ്റസ്റ്റ് Wi-Fi 7, ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് 5.4 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇനീഷ്യൽ യൂസിൽ നെറ്റ്വർക്ക് പെർഫോമൻസ് ആണെങ്കിലും കോളിംഗ് പെർഫോമൻസ് ആണെങ്കിലും രണ്ടും നല്ലതായിരുന്നു, കംപ്ലയിൻസ് ഒന്നുമില്ല. നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് മോട്ടറൊക്കെ അവർ അതിന് വേണ്ടി തന്നിട്ടുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റൂല. iQOO 12ന്റെ 12GB 256GB ഫൈനൽ ഓഫർ പ്രൈസ് ആണ് 49,999 രൂപ. ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കിഡിലൻ പ്രൈസിംഗിലാണ് വന്നിരിക്കുന്നത്. സോ ഈ പ്രൈസിംഗിൽ തീർച്ചയായിട്ടും ഒരു വാല്യൂ ഫോർ മണി ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നൊക്കെ വിളിക്കാൻ പറ്റും. അതായത് നല്ല ക്യാമറ പെർഫോമൻസ് വരുന്നുണ്ട്, നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഉണ്ട്, ഡിസ്പ്ലേ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഓവറോൾ നല്ലൊരു വാല്യൂ ഫോർ മണി ഫ്ലാഗ്ഷിപ്പ് പാക്കേജ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ബാക്കി ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.